ശിക്ഷ എന്ന കഥയുടെ തുടർഭാഗം. പിന്നീട് പലതവണ അവർ എന്നെ ഉപദ്രവിച്ചു. തീർത്തും തകർന്നു തരിപ്പണമായി ഞാൻ. ഇന്ന് അമ്മ എന്നെ കാണാൻ വന്നു. എനിക്കെൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ സാധിച്ചില്ല. അമ്മയ്ക്കറിയില്ലല്ലോ അമ്മയുടെ മോൾ എല്ലാ അർത്ഥത്തിലും നശിച്ചു പോയെന്ന്. നാളെ ഞായർ. ഞാൻ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞ ദിവസമാണ്. വയ്യ, ഇനി എനിക്ക് ജീവിക്കണ്ട. മാനേജ്മെൻറ്റിനോടും പ്രൊഫസർമാരോടും പറയാവുന്നവരോടെല്ലാം പരാതി പറഞ്ഞു. യാതൊരു പരിഗണനയും കിട്ടിയില്ല. ഇതൊക്കെ ഒരു തമാശയല്ലേ, തള്ളിക്കള. പണക്കാരുടെ മക്കളെ മാതാപിതാക്കളുടെ ശല്യം തീർക്കാനായി കുറേ പണം കൊടുത്ത് അഡ്മിഷൻ വാങ്ങി കൊണ്ട് തള്ളുന്നു. അവിടെ മക്കൾ കാട്ടിക്കൂട്ടുന്നതിന് പണം കിട്ടിയാൽ ആരും കൂടെ നിൽക്കും. കൂടെ നിൽക്കാത്തവരെ അവർ തന്നെ തീർക്കും. ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിങ്ങനെ നശിച്ച് ജീവിക്കണ്ട. ഞാൻ മരിക്കുന്നു. ഇനി ഒരു കുട്ടിക്കും കുടുംബത്തിനും ഈ ഗതി ഉണ്ടാവരുത്. പ്രിയപ്പെട്ട അമ്മേ, ക്ഷമിക്കണേ എന്നോട്. മാപ്പ്. അത് വായിച്ച് കുറേ നേരം പൊട്ടിക്കരഞ്ഞു. ആരോടും പറയാനാകാതെ എൻ്റെ മകൾ അനുഭവിച്ച വേദന ഓർത്തിട്ട് രേണുകയ്ക്ക് ദിവസങ്ങളോളം ഉറങ്ങാനായില്ല. ഒരു ഭ്രാന്തിയെപ്പോലെ സ്വസ്ഥതയില്ലാതെ വലഞ്ഞു. ഇങ്ങനെ പോയാൽ രേണുക ഒരു ഭ്രാന്തിയാകുമെന്ന് ബന്ധുക്കളും മറ്റും രേണുകയുടെ മാതാപിതാക്കളോട് പറഞ്ഞു. രമ്യയുടെ മരണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയപ്പോൾ തല പൊട്ടി തലച്ചോറ് തകർന്നാണ് മരണം. മറ്റ് അസ്വാഭാവികതകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പണമുള്ളവന്മാർ വേണ്ട വിധത്തിൽ കെട്ടി. കുട്ടി ആരുമായും പ്രേമത്തിലായിരുന്നു എന്നും പ്രേമനൈരാശ്യത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും സഹപാഠികളുടെ മൊഴി. എല്ലാം രേണുക അറിഞ്ഞു. പ്രതികരിച്ചില്ല. ഇനി പ്രതികരിച്ചിട്ട് എന്ത് കാര്യം? തിരികെ പോവുക തന്നെ, അല്ലാതെ എന്തു ചെയ്യുവാൻ? പ്രായമായ മാതാപിതാക്കളെ ആര് നോക്കും? അവർ ആകെ തകർന്നിരിക്കുന്നു. അവർക്ക് പ്രായം ഏറിയിരിക്കുന്നു. ഇനി ഇവരെ ഇവിടെ തനിച്ചാക്കുന്നത് എങ്ങനെ? രാമേന്ദ്രൻ്റെ അമ്മ ഇതിനോടകം മരിച്ചിരുന്നു. ഭാഗ്യം അവർ ഉണ്ടായിരുന്നെങ്കിൽ ഇതുകൂടെ താങ്ങാനുള്ള ശേഷി അവർക്കുണ്ടാകുമായിരുന്നില്ല. രേണുക രാവിലെ തന്നെ എഴുന്നേറ്റു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കുളിച്ച് റെഡിയായി. അച്ഛൻ്റെ അടുത്ത് ചെന്ന് കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിഷമിക്കരുത്. എനിക്ക് തിരിച്ചു പോകണം. ആർക്ക് വേണ്ടി? അച്ഛൻ ചോദിച്ചു. എനിക്ക് വേണ്ടി. മരിക്കുന്നിടം വരെ ജീവിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളെ തനിച്ചാക്കി എനിക്ക് പോകാനാവില്ല. ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഒരു അഗതി മന്ദിരത്തിൽ നിങ്ങളെ ആക്കാൻ. അവിടെയാകുമ്പോൾ നിങ്ങളുടെ പ്രായക്കാരായ ഒരുപാട് പേരുണ്ട്. അവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിക്കുമ്പോൾ നിങ്ങൾക്കല്പം സമാധാനം കിട്ടും. ഈ ദുഃഖങ്ങളും പേറി പരസ്പരം മുഖത്തു നോക്കി ഇരുന്നാൽ ജീവിതം നരകമാകും. എനിക്ക് വിശ്രമിക്കാൻ നേരമായിട്ടില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അഗതി മന്ദിരത്തിലാക്കി അച്ഛനെയും അമ്മയെയും രേണുക തിരിച്ചുപോയി. തിരികെയുള്ള യാത്രയിൽ അവർ ഓർത്തു, താൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? നാട്ടിൽ നിന്നാൽ ഭ്രാന്ത് പിടിക്കും. എന്തായാലും ഒരു മാറ്റം അതാവശ്യമാണ്. ജോലിസ്ഥലത്ത് ചെന്നതിന് ശേഷം മനസ്സിനൊരു അയവുണ്ടായി. ഇടയ്ക്ക് രൂപയെ വിളിക്കും, വിശേഷങ്ങൾ തിരക്കും. അപ്പോഴാണ് അറിഞ്ഞത് രമ്യയെ ഇല്ലാതാക്കിയവർ വന്ന് റൂം അരിച്ചു പെറുക്കി. രമ്യയുടെ ബുക്കുകളുമെല്ലാം പരിശോധിച്ചു. രമ്യയുടെ പുസ്തകങ്ങളും ബുക്കുകളും ആർക്കോ പഠിക്കാനാണെന്ന വ്യാജേന അവന്മാരുടെ കൂട്ടുകാരി സാനിയ എടുത്തുകൊണ്ടുപോയി. പണക്കാരുടെ മക്കളല്ലേ, എതിർക്കാൻ പറ്റുമോ? രൂപ രേണുകയോട് പറഞ്ഞു. എതിർത്താൽ അടുത്ത അനുഭവം എനിക്കായിരിക്കും. അടുത്ത ഭാഗവുമായി വീണ്ടും